അന്തരിച്ച CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ വീട്ടുവളപ്പിൽ നടക്കുന്നു. സംസ്കാര ചടങ്ങുകൾ ഉടൻ ആരംഭിക്കും. മൃതദേഹത്തിൽ പുഷ്പാർച്ചന നടത്തി. VN വാസവനും വൈക്കം വിശ്വനും. വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് അവിടെ നിന്ന് ചേരുകയാണ്. അദ്ദേഹത്തെ തെങ്ങണയിലെ വീട്ടിൽ നിന്നുമാണ് ഇപ്പോൾ സനോജ് ഉള്ളത്. സനോജ്, അവിടെ ചടങ്ങുകൾ ആരംഭിച്ചോ? സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ? സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. നേതാക്കന്മാർ പ്രിയ നേതാവിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ ചിതയിലേക്ക് എടുത്തുകൊണ്ടുപോവുകയാണ്. ഒരു നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി VN വാസവൻ, മന്ത്രി VN വാസവനൊപ്പം നിഴൽ പോലെ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി ആയിരുന്നു AV റസൽ. ആ നേതാവിനോടുള്ള ആദരവ് പ്രകടമാക്കിക്കൊണ്ട് മന്ത്രി VN വാസവൻ്റെ നേതൃത്വത്തിലാണ് ഭൗതികദേഹം ചിതയിലേക്ക് മാറ്റുന്നത്. വലിയ തോതിലുള്ള മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് പ്രവർത്തകർ പ്രിയ നേതാവിനെ യാത്രയാക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ, വീണ ജോർജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ഒരു ജനപ്രവാഹമായിരുന്നു ഇവിടെ ഇന്നും കാണാൻ കഴിഞ്ഞത്. 4.5 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത വ്യക്തിബന്ധങ്ങളുടെ ഒരു പരിച്ഛേദമെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു വൻ ജനാവലിയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇന്നലെ ഈ വീട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുവന്നപ്പോൾ മുതൽ ഇടമുറിയാത്ത ഒരു ജനപ്രവാഹമായിരുന്നു. അത് ഇന്ന് രാവിലെയും തുടർന്നു. വലിയ തോതിലുള്ള പങ്കാളിത്തം. ആ ആളുകളെല്ലാം തങ്ങളുടെ പ്രിയ നേതാവിനെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് യാത്രയാക്കുന്നത്. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം പാർട്ടി നേതാക്കന്മാർ ഇടപെട്ട് നടത്തിയിരുന്നു. എന്തായാലും വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ലാത്ത വിധമുള്ള ഒരു ജനപങ്കാളിത്തമാണ് ഇവിടെയുള്ളത്. പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ച് പ്രിയ നേതാവിനെ യാത്രയാക്കുകയാണ്. വീട്ടുവളപ്പിൽ വീട്ടിലേക്ക് കയറുന്നതിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് ചിത ഒരുക്കിയിട്ടുള്ളത്. മന്ത്രി VN വാസവൻ, സജി ചെറിയാൻ, വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. മന്ത്രി VN വാസവനും വീണ ജോർജും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നാണ് ഈ ഭൗതികദേഹം ചിതയിലേക്ക് എടുത്തത്. പ്രിയ ജില്ലാ സെക്രട്ടറിയെ യാത്രയാക്കാൻ വേണ്ടി നാടിൻ്റെ നാനാതുറകളിൽ നിന്നും പ്രവർത്തകർ രാവിലെ മുതൽ ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അവസാനമായി പ്രിയ നേതാവിനെ ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ നീണ്ടുനിന്ന പല പ്രവർത്തകർക്കും സാധ്യമാവാതെ വന്നിട്ടുണ്ട്. കാരണം അത്രത്തോളം ജനപങ്കാളിത്തമായിരുന്നു. ഇന്നലെ ശരത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ വൈകുന്നേരങ്ങളിലും വൈകുന്നേരവും, അതായത് രാത്രി വൈകിയും പ്രവർത്തകരുടെ ഒരു നീണ്ട നിരയാണ് കാണാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഇന്നും സമാനമായ ഒരു സാഹചര്യമായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാവിലെ മുതൽ തന്നെ 2 വരികളായി പ്രവർത്തകരുടെ നീണ്ട നിര. എല്ലാ ആളുകൾക്കും ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്രത്തോളം ആളുകളുടെ ഒരു പങ്കാളിത്തമായിരുന്നു. 4.5 പതിറ്റാണ്ട് നീണ്ട കളങ്കിതമല്ലാത്ത സംശുദ്ധമായ പൊതുപ്രവർത്തനം കൊണ്ട് സ്വായത്തമാക്കിയ വ്യക്തിബന്ധങ്ങളുടെ ഒരു പരിച്ഛേദം എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ആളുകളുടെ ഒരു വൻ ജനാവലിയുടെ പങ്കാളിത്തമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പലർക്കും അവസാനമായി നേതാവിനെ കാണാൻ കഴിഞ്ഞില്ല എന്ന സങ്കടം കൂടിയുണ്ട്. കാരണം അത്രത്തോളം ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരുന്നു. അവസാന നിമിഷവും ആളുകളുടെ ഒരു ഒഴുക്കാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ പ്രവർത്തകർ പ്രിയ നേതാവിനെ യാത്രയാക്കുകയാണ്. ചിതയിലേക്ക് ഭൗതികദേഹം മാറ്റിയിരിക്കുന്നു. മുട്ടിചുരുട്ടിയുള്ള മുദ്രാവാക്യം വിളികളാണ് ഇപ്പോൾ ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരത്ത്.